ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവൾ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്ര നിസ്സാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറേ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറേ രക്ഷകർത്താക്കളെ ഇത് ഇങ്ങനെ പ്രഷർ കയറ്റി വെച്ച് ഇൻബോക്സ് നിറയെ ഇതിനോട് റിയാക്ട് ചെയ്യുമെന്ന് എനിക്കത് പറയുന്നത് ഈ വീഡിയോ പൊതുജനങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കി എന്നതിന്റെ തെളിവാണ്. നോ യൂട്രസ് നോ ഒപ്പീനിയൻ എന്ന നിലയിൽ നിന്നാൽ പോരെ ഇവർക്കൊക്കെ. പൊതുവെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് എന്നിവയ്ക്കെതിരെ പൊതുജനങ്ങൾക്കിടയിൽ മാധ്യമങ്ങൾ കൊടുത്ത ഒരു ബാഡ് ഇമേജ് ഉണ്ട്. അത് വെച്ച് കയ്യടി കിട്ടാൻ വേണ്ടി ഓവറാക്കിയതാവാനാണ് സാധ്യത. ഈ നെല്ല് കുത്തുന്നതിനിടയിൽ പോയിട്ട് പ്രസവിച്ച തഗ് അമ്മമാരുടെ കഥ ഇതുവരെ കേട്ടിട്ടുണ്ട്. അത് അവർക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു എന്നാണ് പുള്ളി പറയുന്നത്. അന്ന് പിന്നെ ടൂർ പോലും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വേറെ എൻജോയ്മെന്റിന് വഴിയില്ലല്ലോ. അപ്പൊ 10ഉം 15ഉം പ്രസവിച്ച് അങ്ങ് എൻജോയ് ചെയ്യും. ചിലപ്പോൾ എൻജോയ്മെന്റ് കൂടിയിട്ട് അങ്ങ് മരിച്ചു പോവും, ചിലപ്പോൾ കുഞ്ഞുങ്ങൾ. അപ്പൊ പിന്നെ ആ നെല്ല് കുത്താൻ ആളില്ലാതെ അവിടെ അങ്ങ് കിടക്കും. സോ സിമ്പിൾ ആസ് ദാറ്റ്. ലേബർ റൂമിൽ പ്രസവിക്കാൻ കിടക്കുന്ന ഒരുപാട് സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് വരെ ഒരാളും പ്രസവ വേദന എൻജോയ്മെന്റ് ആണെന്ന് പറയുന്നത് കേട്ടിട്ടില്ല. എന്നും വേദനയിൽ കിടക്കുന്ന സ്ത്രീനെ കാണുന്നത് ഒരു വിഷമം തന്നെയാണ്. പിന്നെ പെറ്റിട്ടിട്ട് വന്നിട്ട് നെല്ല് കുത്തുന്നത് ഗ്ലോറിഫൈ ചെയ്യേണ്ട വലിയ കാര്യമൊന്നുമല്ല. അത് അവരുടെ ഗതികേടായിരുന്നു. ആ അവസ്ഥയിൽ പോലും അതൊന്നും ചെയ്തു കൊടുക്കാൻ വേറെ ഒരാളില്ല എന്ന ഗതികേട്. ഈ 10ഉം 15ഉം പ്രസവിച്ച അമ്മമ്മമാര് വീട്ടിലുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചാൽ അറിയാം അവരുടെ കളിക്കൂട്ടുകാരിൽ എത്ര പേര് 40 വയസ്സ് താണ്ടിയെന്നും അവരുടെ കുഞ്ഞുങ്ങളെ ലോകം കണ്ടുവെന്നും. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഇതൊന്നും ജോക്കല്ല. കണക്കൊക്കെ നോക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിശദമായിട്ട് നോക്കാം. പ്രസവം ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. പ്രഗ്നൻസി ഒരു രോഗവുമല്ല. പക്ഷേ ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് മറ്റൊരു രോഗവും ഉണ്ടാവരുത് എന്നൊന്നുമില്ലല്ലോ. ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് അമിതവണ്ണം, ഒബീസിറ്റി തന്നെ ഒരു വലിയ രോഗാവസ്ഥയാണ് പ്രഗ്നൻസിയിൽ. അത് ഉണ്ടാക്കുന്ന പൊല്ലാപ്പൊന്നും ചെറുതല്ല. വയറ്റിലുള്ള കുഞ്ഞിനും ഗർഭാവസ്ഥയിലും പ്രസവ സമയത്തും വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല എന്നുമില്ലല്ലോ. ഇതൊന്നും അറിയാതെയും നോക്കാതെയും പ്രസവിച്ചിട്ടുണ്ടായ മരണനിരക്ക് കുറയ്ക്കുന്നതിൽ ഗണ്യമായ കുറവുണ്ടാക്കിയത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസും ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ച ഡോക്ടേഴ്സിന്റെ വീക്ഷണവും വീട്ടുകാരുടെ കെയറും തന്നെയാണ്. പിന്നെ ഒരു പ്രഗ്നന്റ് ലേഡിക്ക് കൊടുക്കുന്ന ഓവർ കെയർ അത് അവർ അർഹിക്കുന്ന റെസ്പെക്റ്റ് ആണ്. പണ്ട് സ്ത്രീയുടെ ജീവൻ ഒരു വിലയും ഉണ്ടായിരുന്നില്ല. പ്രസവത്തിൽ മരിക്കുന്നത് സ്വാഭാവികമായിരുന്നു. ഇന്നത് സ്വാഭാവികമല്ല എന്നൊരു അവസ്ഥയിൽ എത്തിയത് കൊണ്ട് അവർക്ക് കിട്ടുന്ന ആ റെസ്പെക്റ്റിനെ മാനിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ഈ അവസ്ഥയിൽ എത്താൻ വേണ്ടി ഞങ്ങൾ എടുക്കുന്ന എഫേർട്ടിനെ മാനിച്ചില്ലെങ്കിലും പരിഹസിക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കുക. പ്രഗ്നൻസി ആൻഡ് വിമൻ, ദേ നീഡ് റെസ്പെക്ട്, ദേ നീഡ് കെയർ. പിന്നെ ലേബർ സിംപ്ലിഫൈ ചെയ്യേണ്ട ഒന്നല്ല. ലേബർ ഇസ് എ നാച്ചുറൽ പ്രോസസ്. പക്ഷെ അമ്മയുടെയും കുഞ്ഞിന്റെയും ലൈഫ് റിസ്കിൽ വെക്കുന്ന എ ഹൈലി കോംപ്ലിക്കേറ്റഡ് നാച്ചുറൽ പ്രോസസ്. ഓർത്തു വെച്ചോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ ഷെയർ ചെയ്യും.